നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ബി.ജെ.പി. നേതാവും അഭിഭാഷകനുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ വിവിധ വകുപ്പുകൾ പ്രകാരം 15 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതായി കോടതി. ശിക്ഷ തിങ്കളാഴ്ചയാണ് വിധിക്കുക. ആദ്യ 8 പ്രതികൾക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത്. മറ്റ് 7 പേർക്കെതിരെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെക്ഷൻ കോടതി ജഡ്ജി വി.ജി. ശ്രീദേവിയാണ് വിധി പറഞ്ഞത്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കോടതി പരിസരത്ത് 100-ൽ പരം പോലീസുകാരെ വിന്യസിച്ചിരുന്നു. പ്രതികളെ തിരികെ ജയിലിലേക്ക് കൊണ്ടുപോയി. SDPI പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പ്രതികൾ 2021 ഡിസംബർ 19-ന് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളൈക്കിണറിലുള്ള വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി എന്നാണ് കേസ്. ആലപ്പുഴ കോമളപുരം അമ്പലാക്കുളങ്ങര മച്ചനാട് കോളനിയിൽ നൈസ, മണ്ണാഞ്ചേരി അമ്പലക്കടവ് വടക്കേച്ചിപ്പുറം അജ്മൽ, ആലപ്പുഴ വെസ്റ്റ് മുണ്ടവയ്ക്കൽ അനൂപ്, ആര്യനാട് തെക്ക് അവലക്കുന്ന് ഇരിക്കോട് മുഹമ്മദ് അസ്ലാം, മണ്ണാഞ്ചേരി ഞാറവേലിൽ അബ്ദുൽ കലാം എന്ന സലാം, അടിവാരം ദസറുദ്ദീൻ വീട്ടിൽ അബ്ദുൽ കലാം, ആലപ്പുഴ വെസ്റ്റ് തെക്കേ കോവിലകം സഫറുദ്ദീൻ, മണ്ണാഞ്ചേരി ഉടുമ്പിത്തറ മൻഷാദ്, ആലപ്പുഴ വെസ്റ്റ് കടവത്തശ്ശേരി ചിറയിൽ വീട്ടിൽ ജസീബ് രാജ, മുല്ലയ്ക്കൽ വട്ടാക്കുട്ടശ്ശേരി നവാസ്, കോമളപുരം തയ്യത്ത് വീട്ടിൽ സമീർ, മണ്ണാഞ്ചേരി നോർത്ത് ആര്യനാട് കണ്ണുറക്കാട് നസീർ, മണ്ണാഞ്ചേരി ചാവടിയിൽ സക്കീർ ഹുസൈൻ, തെക്കേവിളിയിൽ ഷാജി എന്ന പൂവത്തിങ്കൽ ഷാജി, മുല്ലയ്ക്കൽ നൗറുദ്ദീൻ, പുരയിടത്തിൽ ഷർനാസ് അഷ്റഫ് എന്നിവരാണ് കേസിലെ പ്രധാന പ്രതികൾ. ഡിവൈഎസ്പി NR ജയരാജ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 156 സാക്ഷികളും 1000-ഓളം രേഖകളും 100-ൽ പരം തൊണ്ടി മുതലുകളും തെളിവിനായി ഹാജരാക്കി. വിരലടയാളം, ശാസ്ത്രീയ തെളിവുകൾ, ക്യാമറ ദൃശ്യങ്ങൾ, ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ യാത്രാ വഴികൾ എന്നിവയ്ക്ക് പ്രോസിക്യൂഷൻ തെളിവായി സമർപ്പിച്ചു. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡ് നടത്തിയ ജുഡീഷ്യൽ ഓഫീസർമാർ, ഡോക്ടർമാർ, പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ അടുത്ത ബന്ധുക്കൾ തുടങ്ങിയവർ കേസിൽ സാക്ഷികളാണ്. 6000 പേജുകളിലാണ് വിചാരണ കോടതി ജഡ്ജി മൊഴി രേഖപ്പെടുത്തിയത്. 15 പ്രതികളെയും 2022 ഡിസംബർ 16-ന് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചതാണ്. അമ്മ, ഭാര്യ, മകൾ എന്നിവരുടെ മുന്നിട്ട് രഞ്ജിത്ത് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്തി എന്നതാണ് കേസ്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രതാപ് ജി പടിക്കൽ, അഭിഭാഷകരായ ശ്രീദേവി പ്രതാപ്, ശില്പ ശിവൻ, ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഹാജരായത്. രഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്നതിന് മുന്നോടിയായി പ്രതികൾ 3 തവണ ഗൂഢാലോചന നടത്തിയിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ. RSS പ്രവർത്തകനായിരുന്ന നന്ദു കൃഷ്ണൻ വയലാറിൽ കൊല്ലപ്പെട്ടതിന്റെ തിരിച്ചടി ഉണ്ടാക്കുമ്പോൾ കൊല്ലപ്പെടുത്തേണ്ടവരുടെ പട്ടിക തയ്യാറാക്കുവാനാണ് പ്രതികൾ ആദ്യം ഗൂഢാലോചന നടത്തിയത്. പിന്നീട് 2021 ഡിസംബർ 18-ന് രാത്രി മണ്ണാഞ്ചേരി, ആലപ്പുഴ റെയിൽവേ സ്റ്റേഷന് സമീപം എന്നിവിടങ്ങളിലായി ഒത്തുചേർന്ന് വീണ്ടും ഗൂഢാലോചന നടത്തി രഞ്ജിത്തിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു. രഞ്ജിത്ത് അന്ന് വീട്ടിൽ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ 3-ാം പ്രതി അനൂപിന്റെ നേതൃത്വത്തിൽ വീടിന് മുന്നിലെത്തി അന്വേഷിച്ചു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ ആലപ്പുഴ നഗരത്തിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസിലും മണ്ണാഞ്ചേരിയിലെ പ്രതികളുടെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലും ഒത്തുചേർന്ന് തയ്യാറെടുപ്പുകൾ നടത്തി. 6 വാഹനങ്ങളിലായിട്ട് മഴു, ചുറ്റിക, വാൾ, കമ്പിവടി തുടങ്ങിയ മാരകായുധങ്ങളുമായി 12 പ്രതികൾ രഞ്ജീബിന്റെ വീട്ടിൽ സമീപം രാത്രി എത്തിയെങ്കിലും സാഹചര്യം അനുകൂലം അല്ലാത്തതിനാൽ അന്ന് മടങ്ങിപ്പോയി. 19-ന് പുലർച്ചെ വീണ്ടും എത്തിയായിരുന്നു രഞ്ജിത്തിനെ കൊലപ്പെടുത്തിയത്. കേസിന്റെ പ്രാഥമിക പട്ടികയിൽ 178 സാക്ഷികളും ശാസ്ത്രീയ തെളിവുകളും ഉൾപ്പെടെ 380 രേഖകളുമുണ്ട്. പ്രതികൾക്കെതിരെ കൊലക്കുറ്റത്തിനൊപ്പം ക്രിമിനൽ ഗൂഢാലോചന, അന്യായമായ സംഘം ചേരൽ, ലഹള, അതിക്രമിച്ചു കടക്കൽ, തെളിവ് നശിപ്പിക്കൽ, ആയുധ നിയമപ്രകാരമുള്ള കുറ്റം എന്നിവയ്ക്കും തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു.